നമസ്കാരം. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ബജറ്റിനെ ജനപ്രിയമാക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റിൽ പോലും സാധാരണക്കാർക്ക് ഒന്നും മോദി സർക്കാർ നൽകിയില്ല. അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും കിട്ടിയില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJPക്ക് നിയമസഭാ ഭരണം അതിനുശേഷം കിട്ടി. ഡൽഹിയിൽ അധികാരം കിട്ടേണ്ടത് അനിവാര്യതയും. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ബജറ്റിൽ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ മോദി സർക്കാർ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ബജറ്റിൽ ആദായനികുതി ഇളവുകളടക്കം വലിയ നികുതി പരിഷ്കാരങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. നേരിട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെയും വൈകാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെയും വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പൊതുപ്രഖ്യാപനങ്ങളും ഇളവുകളും ബജറ്റിലുണ്ടായേക്കും. ഡൽഹിയിൽ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-നാണ്. ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ബജറ്റിൽ ഡൽഹിയെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ ഉറപ്പാണ്. പ്രതിവർഷം 14 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവർക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകാനാണ് ആലോചന. ആദായ നികുതി ഇളവുകളോടൊപ്പം നികുതി ഫയലിംഗ് ചട്ടങ്ങൾ ലളിതമാക്കുന്നതടക്കമുള്ള പരിഷ്കാരങ്ങളും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. അങ്ങനെ വന്നാൽ വമ്പൻ ജനപ്രിയ ബജറ്റായി അത് മാറും. ഫെബ്രുവരി 1-ന് രാവിലെ 11-നാകും ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുക. ശനിയാഴ്ചയാണെങ്കിലും പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗ് നടത്തിയാകും ഈ വർഷത്തെ സമ്പൂർണ്ണ പൊതു ബജറ്റ് അവതരിപ്പിക്കുക. രാജ്യത്തിന്റെ സാമ്പത്തിക നില വിലയിരുത്തുന്ന സർവേ റിപ്പോർട്ട് ഈ മാസം 31-ന് ലോക്സഭയിൽ സമർപ്പിക്കും. നികുതി ഘടനയും ആദായ നികുതി ഫയലിംഗ് പ്രക്രിയയും ലളിതമാക്കാനാകും ശ്രമിക്കുക. രാജ്യത്തെ വ്യക്തിഗത ആദായ നികുതി വരവ് ഏപ്രിൽ-നവംബർ കാലയളവിൽ 25% ഉയർന്ന് 7.41 ലക്ഷം കോടി രൂപയായിരുന്നു. പ്രതിവർഷം 14 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന വ്യക്തികളുടെ ഭാരം ലഘൂകരിക്കുന്നതാകും പുതിയ നികുതി ഘടന. എന്നാൽ മറ്റു നികുതി നിരക്കുകളിലും നയങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല. 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ വരുമാനത്തിന് 5% നിലവിലെ നികുതി. ഇതിലെ നേരിയ പരിഷ്കാരത്തിലൂടെ 14 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇളവ് നൽകാനാകും ശ്രമം. പുതിയ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ വിഭാഗത്തിൽ 3 ലക്ഷം വരെയാണ് ആദായ നികുതി അടയ്ക്കേണ്ടാത്തത്. 3 മുതൽ 6 ലക്ഷം വരെ 5%, 9 ലക്ഷം വരെ 10%, 12 ലക്ഷം വരെ 15%, 15 ലക്ഷം വരെ 20%മാണ് നികുതി നൽകേണ്ടത്. 15 ലക്ഷത്തിന് മേലെ ശമ്പളക്കാർ 30% നികുതി നൽകണം. എന്നാൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ 7.75 ലക്ഷം വരെ വാർഷിക വരുമാനം വാങ്ങുന്നവർ നിലവിൽ നികുതി നൽകേണ്ടതില്ല. പുതിയ ബജറ്റിൽ ഏറ്റവും കുറഞ്ഞ നികുതി പരിധി 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4 മുതൽ 7 ലക്ഷം വരെ 5% നികുതിയാകാനും സാധ്യതയുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ വരുമ്പോൾ 15 ലക്ഷം വരെയുള്ള നികുതിദായകർക്ക് വലിയ ആശ്വാസം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉപഭോഗം കുറയുന്നതായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നികുതി ഘടന പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. നഗരമേഖലയിലാണ് ആദായ നികുതി നൽകുന്നവർ ഏറെയും താമസിക്കുന്നത്. 20% വരെ നികുതി നൽകുന്ന വിഭാഗത്തിൽ ഇളവ് നൽകിയാൽ വലിയ മാറ്റം ഉപഭോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുന്ന 2025 ഫെബ്രുവരി 1-ന് അവധി ഒഴിവാക്കി ഓഹരി വിപണികളും സജീവമാകും. ദേശീയ ഓഹരി വിപണിയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സർക്കുലറിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുവെ ശനിയും ഞായറും ഓഹരി വിപണികൾക്ക് അവധിയാണ്. ഇക്കുറി ഫെബ്രുവരി 1 ശനിയാഴ്ചയാണ്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനങ്ങളോട് സമയബന്ധിതമായി പ്രതികരിക്കാൻ നിക്ഷേപകർക്ക് അവസരം ഉറപ്പാക്കിയെന്നോണം ഫെബ്രുവരി 1-ലെ അവധി ഒഴിവാക്കി. സാധാരണ പ്രവൃത്തി ദിനത്തിൽ എന്ന പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ അന്ന് വിപണി പ്രവർത്തിക്കും. മുമ്പ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട ശനിയാഴ്ചകളായ 2015 ഫെബ്രുവരി 28, 2020 ഫെബ്രുവരി 1 തീയതികളിലും ഓഹരി വിപണികൾ പ്രവർത്തിച്ചിരുന്നു. പൊതുവെ ബജറ്റിൽ കൂടുതൽ ഊന്നലുണ്ടാകുക അടിസ്ഥാന സൗകര്യ വികസനം, ബാങ്കിംഗ്, മാനുഫാക്ചറിംഗ്, ആരോഗ്യ സേവന മേഖലകൾക്കായിരിക്കും. പുറമെ നികുതി വിവിധ മേഖലകൾക്കായുള്ള നയങ്ങൾ, ഫണ്ട് വകയിരുത്തലുകൾ എന്നിവ സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ട്രേഡ് യൂണിയനുകൾ 8ാം ശമ്പള കമ്മീഷൻ ഉടനടി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ബജറ്റിലും പുതിയ ശമ്പള കമ്മീഷൻ വേണമെന്ന ആവശ്യം എംപ്ലോയീസ് യൂണിയനുകൾ ഉന്നയിച്ചിരുന്നു. 2014 ഫെബ്രുവരിയിലായിരുന്നു 7ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത്. നിലവിൽ 10 വർഷം കഴിഞ്ഞു. ഇത്തവണയും പുതിയ ശമ്പള കമ്മീഷൻ വന്നില്ലെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. 8ാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്ന് CITU ദേശീയ സെക്രട്ടറി സ്വദേശ് ദേവ് റോയും ആവശ്യപ്പെട്ടിരുന്നു.